കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ എബ്രഹാം എന്ന കർഷകൻ കൊല്ലപ്പെട്ടത്. എബ്രഹാമിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ, എബ്രഹാമിന്റെ ഭാര്യ കിടപ്പ് രോഗിയാണ്. അവരെ ആശ്വസിപ്പിക്കുകയാണ് ഇപ്പോൾ മന്ത്രി. കേട്ടു സർക്കാരിന് മുന്നിലേക്ക് ഇവർ കുറെ ആവശ്യങ്ങൾ വെച്ചിരുന്നു. കളക്ടറുമായൊക്കെ നടത്തിയ ചർച്ചയിൽ അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം ഒന്ന് നമുക്ക് ഇപ്പോൾ കാണുന്നത് പോലെ എബ്രഹാമിന്റെ ഭാര്യ ഒരു കിടപ്പ് രോഗിയാണ്. കുടുംബത്തിന്റെ അത്താണി, കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഇല്ലാതായിരിക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അർഹമായൊരു നഷ്ടപരിഹാരം 50 ലക്ഷം രൂപയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. 10 ലക്ഷം രൂപ കൈമാറാമെന്ന് ഉടൻ തന്നെ ഇന്നലെ കൈമാറാമെന്ന് MK രാഘവൻ MP-യുമായി നടത്തിയ ചർച്ചയിൽ ധാരണയിലെത്തിയിരുന്നു. അത് മാത്രം പോരാ, മറ്റൊന്ന് അവർ ആവശ്യപ്പെടുന്നത് ഈ കുടുംബത്തിലെ ഒരാൾക്ക് ഒരു സ്ഥിര വരുമാനം, ഒരു ജോലി ഉറപ്പാക്കണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. അതോടൊപ്പം തന്നെ ആ കൊലയാളി കാട്ടുപോത്തിനെ എത്രയും പെട്ടെന്ന് വെടിവെച്ചു കൊല്ലണം. ഈ ആവശ്യങ്ങളൊക്കെ ആയിരുന്നു ഈ കുടുംബം കഴിഞ്ഞ ദിവസമൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഇതിലൊക്കെ ഒരു ധാരണയിലെത്തിയതിനു ശേഷമാണ് എബ്രഹാമിന്റെ മൃതദേഹം സംസ്കരിക്കാൻ പോലും കുടുംബം തയ്യാറായത്. എന്തായാലും ഇപ്പോൾ എബ്രഹാമിന്റെ വീട്ടിലേക്ക് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ എത്തിയിരിക്കുകയാണ്. MLA സച്ചിൻ ദേവും മന്ത്രിയുടെ മിനിസ്റ്റർ കൂടെയുണ്ട്. KV രാഹുൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഇല്ലാതായിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് അവർക്ക് കുറെ പ്രതീക്ഷകളുണ്ട്. മന്ത്രി ഇന്ന് അതുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിലൊക്കെ അനുഭാവപൂർവമായ ഒരു ഉറപ്പ് നൽകുമെന്ന് പ്രതീക്ഷിക്കാമോ? അറിയാം, മന്ത്രി മരിച്ച അബ്രഹാമിന്റെ കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വസിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ കുടുംബം മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളൊക്കെയുണ്ട്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ്. കാർഷിക വൃത്തി ചെയ്ത് ഉപജീവനമാർഗം നയിക്കുന്ന കുടുംബം കൂടിയാണ്. അപ്പോൾ ഏതായാലും സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ ധനസഹായം നേരത്തെ തന്നെ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. പക്ഷെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകണം എന്നതുൾപ്പെടെയുള്ള ആവശ്യം കുടുംബം ഉന്നയിക്കുന്നുമുണ്ട്. മാധ്യമങ്ങൾ മന്ത്രിയോട് നേരത്തെ സംസാരിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയാണ്: സ്ഥിരം ജോലി നൽകുക എന്നത് നിയമപരമായി വലിയ തടസ്സമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ കുടുംബത്തിലെ അബ്രഹാമിന്റെ 2 ആൺമക്കൾക്കും താൽക്കാലിക ജോലി നൽകാൻ തയ്യാറാണ്. അവർക്ക് സന്നദ്ധരാണെങ്കിൽ ഏപ്രിൽ 1 മുതൽ താൽക്കാലിക ജോലി നൽകാൻ തയ്യാറാണ് എന്നാണ് മന്ത്രി പ്രതികരിച്ചിട്ടുള്ളത്. അതായത് കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസകരമാകുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് താൽക്കാലികമായ ജോലിയാണ്. കൂടുതൽ പറയാണ്, സ്ഥിരം ജോലി നൽകുക എന്നത് നിയമപരമായി വലിയ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് താൽക്കാലിക ജോലി നൽകാൻ 2 ആൺമക്കൾക്കും താൽക്കാലിക ജോലി നൽകാൻ തയ്യാറാണ് എന്നാണ് മന്ത്രി പ്രതികരിച്ചിട്ടുള്ളത്. അതുപോലെ 10 ലക്ഷം രൂപ കുടുംബത്തിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. 2 ആൺമക്കളുണ്ട്. ആ 2 മക്കൾക്കും ഇപ്പോൾ താൽക്കാലികമായ ഒരു ജോലി 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. അതിന് പുറമെ ഇപ്പോൾ 2 ആൺമക്കൾക്കും താൽക്കാലിക ജോലി, ഒരു വരുമാനം ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ആ കുടുംബത്തിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഉറപ്പ് കൂടിയാണ് ഇപ്പോൾ മന്ത്രി നൽകിയിരിക്കുന്നത്.